റോബിനും ആരതിയും പ്രണയത്തിലായ കാലം മുതൽ ആരതിയെ നെഞ്ചോട് ചേർത്തു പിടിച്ച അമ്മയായിരുന്നു ബീന. വിവാഹശേഷവും ആ സ്നേഹവും അടുപ്പവുമെല്ലാം കൂടിയതേയുള്ളൂ. ഒരു കുടുംബം പോലെയായിരുന്നു ആരതിയുടെയും റോബിന്റെയും വീട്ടുകാർ. സ്നേഹനിമിഷങ്ങളിലെല്ലാം ഒന്നിച്ചു ചേരുന്ന ഇരു കുടുംബങ്ങളും കഴിഞ്ഞ ഒരു വർഷമായി സന്തോഷം നിറഞ്ഞ നാളുകളിലൂടെയായിരുന്നു കടന്നുപോയത്. അവരുടെ നെഞ്ചിനെയെല്ലാം പിടപ്പിച്ച ദിവസമായിരുന്നു 2026 മാർച്ച് 25. അന്നാണ് ബീനയ്ക്ക് ക്യാൻസർ രോഗം സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലായിരുന്നു റോബിന്റെയും ആരതിയുടെയും വിവാഹം. ആരതിയെ കോവൂരിലെ വീട്ടിലേക്ക് കൈപിടിച്ചു കയറ്റിയ ബീന ആരതിയെ സ്നേഹിച്ചതും പരിഗണിച്ചതും മരുമകളായിട്ടായിരുന്നില്ല, മകളായി തന്നെയായിരുന്നു. സ്നേഹനിമിഷങ്ങൾ പങ്കുവച്ചുള്ള ഇരുവരുടെയും നിരവധി ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിലും ഉള്ളത്. ആ സന്തോഷ നിമിഷങ്ങളെല്ലാം നെഞ്ചുപൊട്ടുന്ന ഓർമ്മയായി മാറുകയാണ് ആരതിക്ക് ഇപ്പോൾ. ബീനയുടെ വിയോഗം ഇന്ന് പുലർച്ചെയാണ് സംഭവിച്ചത്. റോബിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ആ വിയോഗ വാർത്ത നോവോടെ മലയാളികൾ അറിഞ്ഞതും. തിരുവനന്തപുരത്തെ പുളിവേലിക്കോണം കുടുംബാംഗവും ഊന്നൻപാറ പരേതനായ ഭാസ്കരൻ വൈദ്യന്റെ ചെറുമകളുമായ ബീന തങ്ങളുടെ നാടിനും കുടുംബത്തിനുമെല്ലാം എന്നും പ്രിയപ്പെട്ടവളായിരുന്നു. കുടുംബത്തിലും നാട്ടിലുമെല്ലാം കൊച്ചുമോളി എന്നാണ് ബീനയെ എല്ലാവരും സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. തലനിറയെ അഴകുള്ള മുടിയും നിഷ്കളങ്കമായ ചിരിയുമായി നടന്നിരുന്ന ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നത് 18-ാം വയസ്സിലാണ്. കൗമാരപ്രായത്തിൽ തന്നെയായിരുന്നു കൊച്ചുമോളിയെ രാധാകൃഷ്ണൻ വിവാഹം കഴിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. പിന്നാലെ അമ്മയുമായി. സ്നേഹമുള്ള ഭാര്യയായും കരുതലോടെയുള്ള അമ്മയായും അവർ തന്റെ ജീവിതം മനോഹരമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. വർഷങ്ങൾ നീണ്ട സന്തോഷകരമായ ദാമ്പത്യ ജീവിതവും കുടുംബത്തിന്റെ സ്നേഹാന്തരീക്ഷവും തുടരുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി ക്യാൻസർ രോഗം സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ക്യാൻസർ എന്ന മാരക രോഗത്തോട് അവർക്ക് പോരാടേണ്ടി വന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു. ഒടുവിൽ രോഗത്തോടും കഠിനമായ വേദനകളോടും ധീരമായി പൊരുതിയ ശേഷമാണ് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ക്യാൻസർ എന്ന രോഗത്തിന് അവരുടെ ശരീരത്തെ കീഴടക്കാൻ കഴിഞ്ഞിരിക്കാം, എന്നാൽ അവരുടെ സ്നേഹത്തെയോ പാരമ്പര്യത്തെയോ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മകൻ റോബിൻ കുറിച്ചു. എൻഡോമെട്രിയൽ കാർസിനോമ എന്ന ഗർഭാശയ ക്യാൻസറാണ് ബീനയെ ബാധിച്ചത്. രോഗം തിരിച്ചറിഞ്ഞ നാൾ മുതൽ ആശുപത്രികളും ചികിത്സകളും വേദനകളുമെല്ലാം നിറഞ്ഞതായിരുന്നു ആ കുടുംബത്തിന്റെ ജീവിതം. ആ ദിവസങ്ങൾ തന്നെയാണ് റോബിൻ ഇലക്ഷൻ പ്രചരണ രംഗത്തും സജീവമായിരുന്നത്. എന്നാൽ അന്നൊന്നും ഇക്കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 1.5 മാസമായി ബീനയുടെ നില അതീവ ഗുരുതരമായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കോവൂരിലെ വീട്ടുവളപ്പിൽ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.